ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന യൂണിറ്റിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ് ചെയ്ത ചില പ്രോബ്ലംസ്, അത് നമ്മളെങ്ങനെ പരിഹരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ് ആയിരുന്നു. അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നം, കമ്മ്യൂണൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നുള്ള ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അതും നമ്മൾ പറഞ്ഞു. അതിനുശേഷം മറ്റൊന്നായിരുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക, അതിൻ്റെ ബേസിൽ ഒരു ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. അക്കാര്യവും നമ്മൾ ഫുൾഫിൽ ചെയ്തു, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു പ്രോബ്ലം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനമാണ് കേരളം, നമുക്കറിയാം. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ ഭാഷ സംസാരിക്കുന്നവർക്കായി ഓരോ സംസ്ഥാനങ്ങൾ എന്ന ആവശ്യം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അപ്പൊ അത് ആ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിലുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ള ഈ ഒരു ഭാഗം ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ളൊരു ഭാഗം നമ്മൾ പറഞ്ഞു എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഓക്കെ, നമുക്ക് നോക്കാം. We have already discussed the integration of princely states. നമ്മൾ നോക്കി കഴിഞ്ഞ കാര്യമാണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നോക്കി. A major problem faced by the people of these states was related to language. ഈ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾ ഫേസ് ചെയ്ത ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു there were many princely states with people speaking different languages. അതായത് ഒരു നാട്ടുരാജ്യത്ത് തന്നെ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ വരും. ഇപ്പോൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ മലയാളമല്ലാതെ വേറെ ഭാഷയും സംസാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എങ്കിൽ അത് ഭരണപരമായ പല അസൗകര്യങ്ങളും സൃഷ്ടിക്കും. വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ കാര്യത്തിലും ചില ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അതുണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നാട്ടുരാജ്യങ്ങളായിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. There were many princely states with people speaking different languages. അതായത് ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. So there were demands from different parts of India for the formation of states on the basis of language. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എന്താവശ്യം ഉയർന്നു വന്നു? ഭാഷ അടിസ്ഥാനമാക്കി, ഓരോ ലാംഗ്വേജ് അടിസ്ഥാനമാക്കിയിട്ട് എന്തുണ്ടാക്കണം? സ്റ്റേറ്റ്സ് ഉണ്ടാക്കണം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും അവസാനം സ്റ്റേറ്റ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മളവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഭാഷ അടിസ്ഥാനമാക്കി ഓരോ ലാംഗ്വേജിന്റെ ബേസിൽ ഓരോ സ്റ്റേറ്റ്സ് ഫോം ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ്സ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇൻ 1920, 1920 സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ വർഷം നമ്മൾ ഓർത്തു വെക്കണം, നമുക്ക് മറ്റൊരു ചാപ്റ്ററിലും ഈ ഒരു വർഷം പറയുന്നുണ്ട്, ഇതേ സംഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ചാൽ അവിടെ നമുക്ക് വേറെ പഠിക്കേണ്ടതില്ല. ഓക്കെ, സോ ഇൻ 1920 the Nagpur session of Indian National Congress. നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂരിൽ ചേർന്ന സമ്മേളനം. ഓക്കെ, നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. കൽക്കട്ട സെഷൻ എന്ന് പറഞ്ഞാൽ കൽക്കത്തയിൽ ചേർന്ന സമ്മേളനം. ബോംബെ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബോംബെയിൽ ചേർന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം. സോ ഈ 1920 നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം, അതിന്റെ പ്രത്യേകത എന്താ? resolved to form its state committees on the basis of language.
ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഷ അടിസ്ഥാനമാക്കിയുള്ള സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 1920 നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ പ്രത്യേകത എന്താ? ദിസ് മീറ്റിംഗ് ഓർ ദിസ് സെഷൻ റിസോൾവ്ഡ് ടു ഫോം ഇറ്റ്സ് സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് ലാംഗ്വേജ്. അതായത് ഭാഷ അടിസ്ഥാനാക്കി സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ആര് തീരുമാനിച്ചു? കോൺഗ്രസ് തീരുമാനിച്ചു. ഓക്കെ, ഓരോ പ്രദേശത്തിന്റെ അടിസ്ഥാനമാക്കിയല്ല, ഓരോ നാട്ടുരാജ്യങ്ങൾ അടിസ്ഥാനമാക്കിയല്ല, ഓരോ ഭാഷ സംസാരിക്കുന്നവർക്കായി ഓരോ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ 1920 തന്നെ ആര് തീരുമാനിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. അപ്പൊ ഇതൊക്കെ ഭാഷ അടിസ്ഥാനമാക്കിയുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ഓരോരോ സ്റ്റേജസ് ആണ്. അപ്പൊ ഒന്നാമത് 1920 നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ പ്രത്യേകത, ദിസ് സെഷൻ റിസോൾവ്ഡ് ടു ഫോം ഇറ്റ്സ് സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ ദി ബേസിസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് അടിസ്ഥാനമാക്കി, ഭാഷ അടിസ്ഥാനമാക്കിയിട്ട് പിന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ തമിഴ് സംസാരിക്കുന്നവർക്കായിട്ട് ഒരു കോൺഗ്രസ് കമ്മിറ്റി, മലയാളം സംസാരിക്കുന്നവർക്കായിട്ട് കോൺഗ്രസ് കമ്മിറ്റി. ഓക്കെ, ആ രൂപത്തിൽ തീരുമാനിച്ചു. Then after independence, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, people agitated for the formation of states along linguistic lines. അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്തു? രാജ്യത്തെ ജനങ്ങൾ അവരുടെ പ്രക്ഷോഭങ്ങൾ വീണ്ടും ശക്തിപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അലോങ് ലിംഗ്വിസ്റ്റിക് ലൈൻസ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ പല ഭാഗത്തും ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് പോറ്റി ശ്രീരാമലു. ആളുടെ പേരാണ് പോറ്റി ശ്രീരാമലു. എ ഫ്രീഡം ഫൈറ്റർ സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ഫോർ ദി ഫോർമേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട്, ശ്രദ്ധിക്കണേ, തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഉണ്ടാക്കണം എന്ന ആവശ്യവുമായിട്ട് ഫ്രീഡം ഫൈറ്റർ ആയിരുന്ന പോറ്റി ശ്രീരാമലു സത്യാഗ്രഹം ആരംഭിക്കുക, നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ഓക്കെ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോറ്റി ശ്രീരാമലു എന്ന ഫ്രീഡം ഫൈറ്റർ എന്ത് ചെയ്തു? ഹി സ്റ്റാർട്ടഡ് സത്യാഗ്രഹ. ആൻഡ് ആഫ്റ്റർ 58 days ഓഫ് ഫാസ്റ്റിംഗ് ഹിസ് martyrdom and it intensified the mass agitation. എന്താ സംഭവിച്ചത്? 58 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, 58 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. നമുക്കറിയാം, ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ സമരം പിന്നീട് കൂടുതൽ എന്താവും? കൂടുതൽ ശക്തി പ്രാപിക്കും, കൂടുതൽ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകും, അല്ലെ? വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. സമരത്തിന് നേതൃത്വം കൊടുത്ത പോറ്റി ശ്രീരാമലു 58 ദിവസത്തെ ഉപവാസത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോൾ സമരം കൂടുതൽ ശക്തമായി. അങ്ങനെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഫോളോവിങ് ദീസ് ഇൻ 1953, ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ്, ഇൻ 1953 ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് ദി സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ. 1953 അങ്ങനെ അവസാനം എന്ത് ഫോം ചെയ്തു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഫോം ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി, തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു GK ഉണ്ട്, ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ എന്താ? അത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്, ലിംഗ്വിസ്റ്റിക് ബേസിലുള്ള ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ആന്ധ്രാപ്രദേശ്, 1953. അതിന് കാരണക്കാരായിട്ടുള്ള, കാരണം പിന്നായിട്ടുള്ള നേതൃത്വം കൊടുത്ത, ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേര് പോറ്റി ശ്രീരാമലു. 58 ദിവസത്തെ ഫാസ്റ്റിങ്ങിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് പ്രക്ഷോഭം കൂടുതൽ ശക്തമായി. 1953 ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തു. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഒരു ക്ലാസ്സിലെ കാര്യം അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു കുട്ടി കരഞ്ഞപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനം രക്ഷിതാക്കൾ മേടിച്ചു കൊടുത്താൽ ബാക്കിയുള്ള കുട്ടികൾ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കും. എന്തിനാ? അതേപോലെയുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ചപ്പോൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകളും പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാക്കി. കാരണം തങ്ങൾക്കും വേണമെന്ത്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം. ഓക്കെ, സോ ആഫ്റ്റർ ദിസ് ദ ഡിമാൻഡ് ഫോർ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഇന്റൻസിഫൈഡ്. ആന്ധ്രാപ്രദേശ് ഉണ്ടാക്കിയപ്പോൾ അതിനെ തുടർന്ന് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ കൂടുതൽ ശക്തി പ്രാപിച്ചു.
ഒടുവിൽ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ formed a commission to reorganize Indian states on the basis of languages with Fazl Ali as chairman and H.N. Khunzru and K.M. Panikkar, a Keralite, as members. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഇപ്പം നമ്മൾ വായിച്ചത്. അതായത് ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ്സ് വേണമെന്നുള്ള ആവശ്യം കൂടുതൽ ശക്തമായപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ഒരു കമ്മീഷനെ നിയമിച്ചു. സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ റീഅറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ചു. ഓക്കെ, ആ കമ്മീഷന്റെ ചെയർമാനും അതിലെ മെമ്പേഴ്സുമാരൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആരാണ് ഇതിന്റെ ചെയർമാൻ? ഫസൽ അലി. ഓക്കെ, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആണ്. സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ഫസൽ അലി. 2 മെമ്പേഴ്സ്, അതിൽ ഒരാള് മലയാളിയാണ്. 2 മെമ്പേഴ്സ് ആരൊക്കെയാണ്? H.N. Khunzru, K.M. പണിക്കർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു VP മേനോനെ പഠിച്ചിട്ടുണ്ട്, VP മേനോൻ. അപ്പൊ ആ VP മേനോൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട? ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് VP മേനോൻ നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുന്നതോ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച കാര്യമാണ്. അവിടെ നമ്മൾ ആരെ ഓർക്കേണ്ടത്? K.M. പണിക്കർ. അപ്പോൾ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. പല വർഷങ്ങളിലും കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അങ്ങനെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്, ഇനീഷ്യലി മാറ്റാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവരുത്, നമ്മൾ തഹറവാക്കി പഠിക്കുക. K.M. പണിക്കർ, അതേപോലെ H.N. Khunzru, ഇനിഷ്യൽ മാറി പോകരുത്. H.N. Khunzru, ഇവർ 2 പേരുമാണ് മെമ്പേഴ്സ്. ഫസൽ അലിയാണ് ചെയർമാൻ. എന്തിന്റെ? സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അങ്ങനെ ഈ കമ്മീഷൻ പിന്നെ പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ റിപ്പോർട്ട് ശ്രദ്ധിക്കാം. ആസ് പെർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മീഷൻ, the parliament passed the States Reorganization Act in 1956. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 1956 എന്ത് ചെയ്തു? സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് നമ്മുടെ പാർലമെന്റ് പാസാക്കി. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 union territories came into effect. Okay. അപ്പോൾ 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ടിന്റെ ബേസിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ, ആഫ്റ്റർവേർഡ്സ് ന്യൂ സ്റ്റേറ്റ്സ് were formed in various phases. Now India has 29 states and 7 union territories. അത് കുറച്ച് മുമ്പുള്ള കണക്കാണ്. ഇപ്പോഴത്തെ കണക്ക് വീണ്ടും മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കണക്ക് വീണ്ടും മാറി. നമുക്കറിയാം ഇപ്പോൾ 29 സ്റ്റേറ്റ്സ് ഇല്ല, ഇപ്പോൾ 28 സ്റ്റേറ്റ്സേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ് കുറഞ്ഞു. കാരണം സ്റ്റേറ്റിന്റെ ലിസ്റ്റിൽ നിന്ന് ഏതിനെ നമ്മൾ ഒഴിവാക്കി? ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നമ്മൾ 2 യൂണിയൻ ടെറിട്ടറികളാക്കി മാറ്റി. ഓക്കെ, 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. ജമ്മു ആൻഡ് കാശ്മീർ, അതേപോലെ ലഡാക്ക് എന്നിങ്ങനെ പേരിൽ 2 UT ആക്കി, യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. അപ്പോൾ 7 യൂണിയൻ ടെറിട്ടറീസ് എന്നുള്ളത് 9 യൂണിയൻ ടെറിട്ടറീസ് ആയി. 29 സ്റ്റേറ്റ്സ് എന്നുള്ളത് 28 സ്റ്റേറ്റ്സ് ആയി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ലാംഗ്വേജിന്റെ ബേസിൽ ഇന്ത്യയിൽ ഫോം ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് 1953 ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ സംസ്ഥാനം, ഏറ്റവും അവസാനമുണ്ടായ സംസ്ഥാനവും നമുക്കറിയാം. ഇതേ ആന്ധ്രാപ്രദേശിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള തെലങ്കാനയാണ് അവസാനത്തെ സംസ്ഥാനം. ഓക്കെ, ആദ്യത്തേത് ആന്ധ്രാപ്രദേശ്, അവസാനത്തേത് ആന്ധ്രാപ്രദേശ് മുറിഞ്ഞുണ്ടായ തെലങ്കാനയാണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണുള്ളത്. 7+2 പുതിയ 2 എണ്ണം 9, നമ്മുടെ ഡൽഹി ഉൾപ്പെടെ കേട്ടോ, ഡൽഹി ഉൾപ്പെടെ 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ഭാഗത്തിൽ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നുള്ള ഭാഗത്തിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല. എളുപ്പത്തിൽ ഒറ്റ തവണ തന്നെ വായിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കും. അതിൽ 1920 എന്ന് പറയുന്ന വർഷം ഓർക്കുക, നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലെ തീരുമാനം എന്തായിരുന്നു? സ്റ്റേറ്റ് കമ്മിറ്റീസ് ഫോം ചെയ്യുക ലാംഗ്വേജിന്റെ ബേസിൽ, അല്ലെ?
പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ പറഞ്ഞു തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സ്റ്റേറ്റ് വേണമെന്ന ആവശ്യമായിട്ട് പോറ്റി ശ്രീരാമലുവിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു. 58 ദിവസത്തെ ഉപവാസത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. അജിറ്റേഷൻ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഒടുവിൽ 1953 ആന്ധ്രാപ്രദേശ് ഫോം ചെയ്തു. ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ സമരങ്ങൾ ശക്തമായി. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് എ കമ്മീഷൻ ടു റീഓർഗനൈസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ലാംഗ്വേജസ്. ഒരു കമ്മീഷനെ വെക്കുന്നു ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. അതിന്റെ ചെയർമാൻ ഫസൽ അലി, മെമ്പേഴ്സ് HN ഖുൻസ്രു ആൻഡ് KM പണിക്കർ. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ബേസിൽ, റെക്കമെൻഡേഷൻസിന്റെ ബേസിൽ നമ്മുടെ പാർലമെന്റ് എന്ത് ചെയ്തു? സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പാസ്സാകുന്നു. അതിന്റെ ബേസിൽ 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് നിലവിൽ വന്നു. അതിലൊന്നായിരുന്നു നമ്മുടെ കേരളം എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, 1956 അത് ഇന്ന് വന്ന് 28 സ്റ്റേറ്റ്സും 9 യൂണിയൻ ടെറിട്ടറീസുമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ചിത്രങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു പ്രോബ്ലം കൂടി നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ പരിഹരിച്ചു അല്ലെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത മറ്റൊരു പ്രോബ്ലം ആയിരുന്നു ഈ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത്. അതും നമ്മൾ വിജയകരമായി തന്നെ എന്ത് ചെയ്തു? പരിഹരിച്ചു. ഇനി അടുത്ത ഹെഡിങ് നമുക്ക് നോക്കാം, പ്രോഗ്രസ് ഇൻ ഇക്കണോമിക് സെക്ടർ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓരോരോ പ്രോബ്ലംസ് ആണ്. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മുടെ ഇന്ത്യ നേരിട്ട ഓരോരോ പ്രശ്നങ്ങളും അതെങ്ങനെ നമ്മൾ തരണം ചെയ്തു എന്നുമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഓരോരോ മേഖലകളിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളാണ്, നമുക്കുണ്ടായ വളർച്ചയാണ്. അതിൽ ഏറ്റവും ആദ്യം പ്രോഗ്രസ് ഇൻ ഇക്കണോമിക് സെക്ടർ. ഓക്കെ, പ്രോഗ്രസ് ഇൻ ഇക്കണോമിക് സെക്ടർ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഏറ്റവും ആദ്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. The economic condition of independent India was very pathetic. എന്ന് വെച്ചാൽ എന്താ? വളരെ പരിതാപകരമായിരുന്നു ഇന്ത്യന്റെ അവസ്ഥ എന്നർത്ഥം. ബ്രിട്ടീഷുകാർ എല്ലാ വിധത്തിലുള്ള ചൂഷണവും നടത്തി, സാമ്പത്തിക കൊള്ള നടത്തി, ഒരു വേസ്റ്റ് എന്ന രൂപത്തിൽ ഇന്ത്യയെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോയത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വാക്കുകൾ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് മാലിന്യങ്ങളും ചെളിയുടെ കൂമ്പാരങ്ങളും ഒക്കെ ഇവിടെ നിക്ഷേപിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് അല്ലെ. കരിമ്പിലെ നീരെല്ലാം ഊറ്റിയെടുത്ത് അതിന്റെ ചണ്ടി ഒഴിവാക്കുന്നത് പോലെ ഇന്ത്യയുടെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് ഒന്നിനും പറ്റാത്ത ഒരു ഇന്ത്യയെ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദി ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ് വെരി പാത്തറ്റിക്. വളരെ മോശം സാമ്പത്തികാവസ്ഥയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യ ആക്സെപ്റ്റഡ് ദി മിക്സ്ഡ് ഇക്കണോമി. ഇവിടെ നമ്മൾ ഓർക്കുക, പ്രോഗ്രസ് ഇൻ ഇക്കണോമിക് സെക്ടർ, സാമ്പത്തിക രംഗത്തെ പുരോഗതിയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കുക, ഇന്ത്യ എങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? വി ആക്സെപ്റ്റഡ് ദി മിക്സ്ഡ് ഇക്കണോമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. മിക്സ്ഡ് ഇക്കണോമി എന്താണെന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അക്കാലത്ത് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇക്കണോമികളായിരുന്നു. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, ഒന്ന് ക്യാപിറ്റലിസം, മറ്റൊന്ന് സോഷ്യലിസം അല്ലെ. ക്യാപിറ്റലിസവും സോഷ്യലിസവും ഇത് രണ്ടിന്റെയും ഒരു മിക്സിംഗ് ആണ്, ഒരു ബ്ലെൻഡിങ് ആണ് ഇത് മിക്സ്ഡ് ഇക്കണോമി. രണ്ടിന്റെയും എലമെന്റ്സ് വരുന്നതാണ് മിക്സ്ഡ് ഇക്കണോമി. സോ ഇന്ത്യ ആക്സെപ്റ്റഡ് മിക്സ്ഡ് ഇക്കണോമി കൺസിസ്റ്റിംഗ് ഓഫ് ദി ക്വാളിറ്റീസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഇക്കണോമീസ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെയും സോഷ്യലിസ്റ്റ് ഇക്കണോമിയുടെയും നല്ല വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മിക്സ്ഡ് ഇക്കണോമിയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അതേ സമയത്ത് രണ്ടിന്റെയും, ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖലക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതായത് സോഷ്യലിസത്തിന്റെ ഏരിയക്കാണ് ഒരു അല്പം മുൻതൂക്കം എന്നർത്ഥം. ഓക്കെ, മിക്സ്ഡ് ഇക്കണോമി നമ്മൾ ഫോളോ ചെയ്തു. അതേസമയം വി ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ദെൻ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓർക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇന്ത്യ ആക്സെപ്റ്റഡ് മിക്സ്ഡ് ഇക്കണോമി ആൻഡ് ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. You have studied the evolution of Indian economic planning in former classes. നമ്മൾ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഓരോരോ സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീപ്പിൾസ് പ്ലാൻ, ബോംബെ പ്ലാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി ഫസ്റ്റ് ഗവൺമെന്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു അഡോപ്റ്റഡ് എ സീരീസ് ഓഫ് പ്ലാൻസ് ആൻഡ് സ്കീംസ് എയിമിംഗ് അറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയുന്ന കാര്യം, വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നെഹ്റുവിന്റെ കീഴിൽ
ഒരുപാട് പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്തു, തുടക്കത്തിൽ തന്നെ ആവിഷ്കരിച്ചു അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി ഒരുപാട് പദ്ധതികൾ നെഹ്റുവിന്റെ കീഴിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കാൻ തുടങ്ങി. Okay, the first government under the leadership of Nehru adopted a series of plans and schemes aiming at economic development of the country. Most of these plans were the outcome of the discussions held in the conferences of the Congress during the time of freedom struggle. അതായത് ഇങ്ങനെ നെഹ്റുവിന്റെ കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള പല സാമ്പത്തിക പരിഷ്കാരങ്ങളും നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതും തീരുമാനിച്ചതൊക്കെയാണ്. എപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള വിവിധ സമരവേളകളിലും അന്ന് നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളിലുമൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചതും ചർച്ച ചെയ്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, കുറെ സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്തത്, നടപ്പിലാക്കിയത്. ഓക്കെ, സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ്. Centralized economic planning was the most important among them. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക നയം, ഒരു ഇക്കണോമിക് പോളിസി ആയിരുന്നു ഇത്, സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ളത്. എന്താണ് സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ്? കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം എന്ന് പറയാം. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം. The concept of economic planning was borrowed from the Soviet Union. ശ്രദ്ധിക്കണേ, ഈ സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ആശയം നമുക്ക് എവിടുന്നാ കിട്ടിയത്? ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ഈ ഒരു ആശയം നമ്മൾ എവിടുന്ന് കടം കൊണ്ടതാ? ഫ്രം സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അതായത് ഇന്നത്തെ റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്നാണോ സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ഒരു ആശയം നമ്മൾ കടം കൊള്ളുന്നത്? സോവിയറ്റ് യൂണിയൻ ലോകത്തിന് നൽകിയ ഒരു സംഭാവനയാണ് സോഷ്യലിസം. ആ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിൽ വല്ലാതെ ആകൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അതൊക്കെ നമ്മൾ വേറൊരു യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളോടൊക്കെ നെഹ്റുവിന് ഒരു വല്ലാത്ത അഭിരുചി, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്നും സാമ്പത്തിക രംഗത്തുള്ള പല ആശയങ്ങളും നെഹ്റു കടം കൊള്ളുകയും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വി ബോറോഡ് ഫ്രം സോവിയറ്റ് യൂണിയൻ. ദെൻ ഇക്കണോമിക് പ്ലാനിങ് ഗോട്ട് ഇംപീറ്റസ് ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങനെയുള്ള സാമ്പത്തിക ആസൂത്രണങ്ങൾ കൂടുതൽ ശക്തമായ രൂപത്തിൽ തന്നെ നടന്നു. ദി പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. ദി പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ (PCI) വാസ് ഫോംഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ഇൻ 1950. 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആസൂത്രണ കമ്മീഷൻ എന്ന് മലയാളത്തിൽ പറയാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണോ? ജവഹർലാൽ നെഹ്റു. അതായത് ആരാണോ പ്രധാനമന്ത്രി അവരായിരിക്കും അതിന്റെ അധ്യക്ഷൻ. അപ്പോൾ 1950 വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഇയർ. 1950 നമ്മൾ എന്ത് ഫോം ചെയ്തു? പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ഇൻ 1950. It advised many projects for economic progress. സാമ്പത്തിക രംഗത്തെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർദ്ദേശിക്കുകയുണ്ടായി. The Planning Commission adopted 5-year plans aiming the economic growth of the nation. ഈ ആസൂത്രണ കമ്മീഷന്റെ, പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിൽ നമ്മൾ എന്ത് നടപ്പിലാക്കാൻ തുടങ്ങി? പഞ്ചവത്സര പദ്ധതികൾ, 5-year plans, പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങി. അത് എന്തിനു വേണ്ടിയിട്ടാ? എയിമിങ് ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി നേഷൻ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് 5-year plans നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഓക്കെ, 5-year plans അഥവാ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങി. ദി 5-year plans started, ഇമ്പോർട്ടന്റ് ആണ്, The 5-year plans started in 1951. ഏത് വർഷം നമ്മൾ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത്? 1951 സ്റ്റാർട്ട് ചെയ്യുന്നത്. That helped India go ahead with the process of development. അതായത് സാമ്പത്തിക രംഗത്ത് ഒരുപാട് വളർച്ച കൈവരിക്കാനൊക്കെ നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതികൾ സഹായിച്ചിട്ടുണ്ട്. ഈ പഞ്ചവത്സര പദ്ധതികൾ നമുക്കറിയാം
നമ്മൾ അതും 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഏതെങ്കിലും ചില പ്രത്യേക മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരിക്കും. ചിലപ്പോൾ കൃഷിക്കായിരിക്കും, ചിലപ്പോൾ വ്യവസായത്തിനായിരിക്കും, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിനായിരിക്കും, ചിലപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിരിക്കും. അങ്ങനെ പല മേഖലകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടാവുക. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളിലൂടെ ദേ ഓൾസോ ഹെൽപ്ഡ് ടു അലീവിയേറ്റ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അത് നമ്മെ സഹായിച്ചു. ഫ്ലറിഷ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, കാർഷിക രംഗത്തിന്റെയും വ്യവസായ രംഗത്തിന്റെയും വളർച്ചയെ അത് ത്വരിതപ്പെടുത്തി. ഇംപ്രൂവ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി, മികവുറ്റതാക്കി. ആൻഡ് ജനറേറ്റ് ന്യൂ എനർജി സോഴ്സസ്, ജനറേറ്റ് ന്യൂ എനർജി സോഴ്സസ്, അതായത് പുതിയ ഊർജോൽപാദനത്തിനും ഊർജോൽപാദന രംഗത്തുമൊക്കെ ഒരുപാട് വളർച്ച കൈവരിക്കാൻ ഈ പഞ്ചവത്സര പദ്ധതികൾ കാരണമായിട്ടുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പല മേഖലകളിൽ, വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളർച്ച കൈവരിക്കാൻ, ഒരു പ്രോഗ്രസ്സിലേക്ക് എത്താൻ നമ്മളെ എന്ത് സഹായിച്ചിട്ടുണ്ട്? പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് സഹായിച്ചിട്ടുണ്ട്. അത് 1951 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 5 ഇയർ പ്ലാൻസ് നമ്മൾ പിന്നെ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ ആസൂത്രണ കമ്മീഷൻ 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിന് കീഴിലാണ് പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നും മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് ഈ രൂപത്തിലൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രൂപത്തിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കി തന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ we got assistance from foreign countries. We got assistance from foreign countries for our economic development. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് പല വിദേശ രാജ്യങ്ങളുടെയും സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല വിദേശ രാജ്യങ്ങളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളുടെയും സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? We set up iron and steel industries in various parts of the country. We set up iron and steel industries in various parts of the country with the support of foreign countries. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിലുള്ള ചില ഒരു 4 ഉദാഹരണങ്ങൾ ഈ ബോക്സിൽ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ പറയുന്ന 4 പേരുകളും രാജ്യങ്ങളുടെ പേരുകളും ഒക്കെ നമുക്ക് എവിടെയും പഠിക്കാനുണ്ട്. 10ാം ക്ലാസ്സിന്റെ ജിയോഗ്രഫിയിൽ ഒരു യൂണിറ്റിൽ, മറ്റൊരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഇതിന്റെ വർഷം, ഇത് സ്ഥാപിക്കപ്പെട്ട വർഷം, അതേപോലെ തന്നെ ഏത് പ്രദേശത്താണ്, അതേപോലെ തന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത, സ്വകാര്യ രംഗത്തുള്ളത്, അതേപോലെ പബ്ലിക് രംഗത്തുള്ളത്, അങ്ങനെയുള്ള ഓരോരോ പ്രത്യേകതകൾ വേറെയും പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാം കൂടി അവിടെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തറവാക്കിയാൽ ഇനി വരുന്ന യൂണിറ്റിലെ കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് ഇവിടെ തന്നെ നിങ്ങൾ പഠിക്കുക. ഹിസ്റ്ററിയിലും ജിയോഗ്രഫിയിലും ഒരേപോലെ വരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് അതിലൊക്കെ കാണാനും പറ്റും ഈ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഫോറിൻ കൺട്രീസിന്റെ അസിസ്റ്റൻസ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളുടെ, ഫോറിൻ കൺട്രീസിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി സെറ്റ് അപ്പ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി. അതിനുള്ള എക്സാമ്പിൾസ് ഇവിടെ പറയുന്നു. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതേപോലെ അസിസ്റ്റിംഗ് കൺട്രീസ്. ഇപ്പോൾ ആദ്യത്തെ 2 നോക്കുക. ഭിലായി ആൻഡ് ബൊക്കാറോ, ഒരുമിച്ച് തന്നെ പഠിക്കുക. ഭിലായി, ബൊക്കാറോ രണ്ടും സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള 2 ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഭിലായി, മറ്റൊന്ന് ബൊക്കാറോ. ഓക്കെ, ഭിലായി, ബൊക്കാറോ. അതേപോലെ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ. അപ്പൊ ഈ 4 നമ്മൾ ഇവിടെ പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ടും മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു യൂണിറ്റിൽ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. ഓക്കെ, സോ ഭിലായി ആൻഡ് ബൊക്കാറോ with the help of Soviet Union, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെയും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫേമാണ്. ഓക്കെ, ദെൻ ഇനി പറയാൻ പോകുന്നത് ഡാമുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മേജർ ഡാംസ് ഹാഡ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ മോഡേണൈസിങ് ഇന്ത്യൻ ഇക്കണോമി. അതായത്
പിന്നെ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മേജർ ഡാംസ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ മോഡേണൈസിങ് ഇന്ത്യൻ ഇക്കണോമി. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ മുന്നേറ്റത്തിന് ഡാമുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഈ ഡാമുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്? They were our primary sources for irrigation and electricity. ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കാർഷിക രംഗത്തെ, അല്ലെങ്കിൽ ഒന്ന് കാർഷിക മേഖല, മറ്റൊന്ന് വ്യവസായ മേഖല. ഓക്കെ, ഒന്ന് അഗ്രികൾച്ചർ, മറ്റൊന്ന് ഇൻഡസ്ട്രി. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഡാംസ് എന്ന് പറയുന്നത്. ഡാമുകൾ ഏത് രൂപത്തിൽ? ഇവിടെ പറയുന്നു they were our primary sources for irrigation and electricity. ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ച്, അഗ്രികൾച്ചറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറിഗേഷൻ, ജലസേചനം ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിന് ഡാമുകൾ ഉപകാരപ്രദമാണ്. ഇനി ഇൻഡസ്ട്രി, വ്യവസായ മേഖല നോക്കുകയാണെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിനും നമുക്ക് ഡാമുകൾ ഉപകാരപ്രദമാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഡാമുകളെ ഉപയോഗപ്പെടുത്താം. അപ്പൊ ഈ രണ്ട് രൂപത്തിലും ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ് ഡാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ത്? മേജർ ഡാംസ്, പ്രധാനപ്പെട്ട ചില ഡാമുകൾ. ഭക്രാനങ്കൽ പ്രോജക്ട്, ദി ലാർജസ്റ്റ് മൾട്ടിപർപ്പസ് പ്രോജക്ട് ഇൻ ഇന്ത്യ, is a pride of independent India. ഇവിടെ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ പദ്ധതി. ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒരു വലിയ അഭിമാനമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഭക്രാനങ്കൽ പ്രോജക്റ്റ്. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ നിങ്ങൾക്ക് അതിന്റെ ചിത്രം കാണാം. ഈ ഭക്രാനങ്കൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കുക കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ് ഈ ഭക്രാനങ്കൽ പ്രോജക്റ്റ് ഉള്ളത്. അപ്പൊ ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഡാമുകളുടെ നിർമ്മാണവും നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരുപാട് പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു പാരഗ്രാഫ്, സാമ്പത്തിക രംഗത്തെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ ഒരു പാരഗ്രാഫ് പറയുന്നു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ബൂസ്റ്റഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. അതായത് ജലസേചന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടപ്പോൾ, ഡാമുകൾ വന്നപ്പോൾ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. അങ്ങനെയുള്ള ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ അതെന്തിനു കാരണമായി? ബൂസ്റ്റഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. നമ്മുടെ കാർഷിക രംഗത്തെ ഉൽപാദനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ, മികച്ച കാർഷികോൽപാദനം അത് നമുക്ക് സാധ്യമാക്കി. നല്ല ജലസേചനം ഉണ്ടായപ്പോൾ നമ്മുടെ കാർഷികോൽപാദനം കൂടി. Then on 2nd October 1952, marking the birthday of Mahatma Gandhi. നമുക്കറിയാം 2nd October ഗാന്ധിയുടെ ജന്മദിനമാണ്. So on 2nd October 1952, the government started 55 projects aiming at better facilities for infrastructure, farming and livestock development. എന്തോടെ പറയുന്നത്? ഈ ഡേറ്റിൽ 1952 ഒക്ടോബർ 2 നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു 55 പദ്ധതികൾ, 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? അതായത് കാർഷിക പുരോഗതി, കന്നുകാലികളുടെ സംരക്ഷണം, അതേപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുക. അതേപോലെ കാർഷിക രംഗത്തിന്റെ വളർച്ച, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? കന്നുകാലികളുടെ സംരക്ഷണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 55 പദ്ധതികൾ, 55 പ്രോജക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്ന് 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോട് പ്രമാണിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യവും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ കുതിപ്പേകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും അവസാനം പറയുന്നു ഇൻ 1990s, 1990കളിൽ an explicit deviation occurred in Indian economy. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വ്യതിയാനം, ഒരു ഡീവിയേഷൻ, നമ്മൾ അത്രയും കാലം സഞ്ചരിച്ചിരുന്ന മാർഗത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയത് 1990s-ലാണ്. ആ മാറ്റം എങ്ങനെയാണ്? It began to focus on private sector rather than public sector.
അതായത് പബ്ലിക് സെക്ടറിനായിരുന്നു അത്രയും കാലം നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ പൊതുമേഖല, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടക്കത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ 1990s ആയപ്പോൾ, 1990-കളായപ്പോൾ പബ്ലിക് സെക്ടറിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ എന്തിനു കൊടുക്കാൻ തുടങ്ങി? പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഇതും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1990s നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്തേക്ക് സ്വീകരിക്കുന്നത്, നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ. ആ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി, കേന്ദ്ര ധനകാര്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർ, പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ സമയത്ത് പിന്നെ പ്രധാനമന്ത്രിയായിരുന്നത് നരസിംഹറാവു എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പോട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ 1990s നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഒരു പ്രകടമായ മാറ്റം ഉണ്ടായി. എന്താണ് മാറ്റം? ഇൻ 1990s we began to focus on private sector rather than public sector. ഓക്കെ, സ്വകാര്യ മേഖലക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഈ ഭാഗം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? We accepted mixed economy and it gave importance to പബ്ലിക് സെക്ടർ. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ പൊതുമേഖലക്ക്, പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ അത് മാറി മാറി 1990s ആയപ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക രംഗത്തെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്? മിക്സഡ് എക്കണോമി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതേപോലെ അത് പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്നു. സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിംഗ് നമ്മൾ നടപ്പിലാക്കുന്നു. ഇക്കണോമിക് പ്ലാനിംഗ് എന്നുള്ള ആശയം നമുക്ക് സോവിയറ്റ് യൂണിയൻ നിന്നാണ് കിട്ടിയത്. 1950-ൽ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നു. 51-ൽ 5 ഇയർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് ഫോറിൻ കൺട്രീസിന്റെ സഹായത്തോടെ നമ്മൾ ഇങ്ങനെയുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. മേജർ ഡാംസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 1952 ഒക്ടോബർ 2 ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ്, 55 പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1990s നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.